എന്തായാലും അത്രേ ഉള്ളൂ, അത്ര ആയുസുള്ളൂ. ഇന്ന് അവർ, നാളെ നമ്മൾ, നാളെ നമ്മൾ, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോസ് ഒക്കെ കണ്ട്, ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇതിലൊക്കെ വീഡിയോസ് അല്ല പൊതുദർശനത്തിനൊക്കെ വെക്കണ, അതിന്റെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് എത്ര ആൾക്കാരോ ചിരിക്കണത്, എന്ത് കണ്ടിട്ടാ ചിരിക്കണത്? അല്ല, എന്ത് കണ്ടിട്ടാ ചിരിക്കണത്? കുറച്ച് ആൾക്കാർ മരിച്ചു കിടക്കണ കണ്ടിട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ പോലെ ആയി. അവിടെയും ജാതി മതവും ഇതൊക്കെയാണ് അവർ പറയണത്. എന്തിനെ? ഇന്ന് അവര്, നാളെ നമ്മൾ, അത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഈ ചോരത്തളപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ്. എന്നിട്ടും ആ ഷോർട്സിന്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു റീലിന്റെ താഴെയൊക്കെ വന്നിട്ട് എത്ര ആൾക്കാരെ ചിരിക്കണ, എന്തിന്? അല്ല, അത് അവർക്ക് അവരുടെ വീട്ടിൽ സംഭവിച്ചല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ ആ ഒരു അവസ്ഥ ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ, വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ ചിരിക്കേണ്ട ആവശ്യം എന്താ? എടാ, കുറച്ച് ആൾക്കാര് സ്വന്തം സ്വന്തം ബന്ധമൊക്കെ ഇതായി കഴിഞ്ഞ് ആ ആൾക്കാർക്ക് എത്ര വിഷമം ഉണ്ടാവും അത് കാണുമ്പോ. ഞാനും കണ്ടു കുറച്ച് റീൽസ്. ഇത്രക്കും എന്താ പറയാ, മനസ്സ് കല്ലാക്കി വെച്ച ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ തന്നെ മുന്നോട്ട് ജീവിക്കാൻ തന്നെ ഒരു പേടി തോന്നുക. കാരണം നാളെ പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയാണല്ലോ മനുഷ്യന്മാര് ഇതായി കഴിയുക. ഐറ്റിങ്ങള് അവരൊക്കെ എന്ത് പാവം, നല്ല നല്ല ടീച്ചർമാരും മാഷന്മാരും അധ്യാപകരാണ് അവര്. ആ ഒരു ഇതെങ്കിലും അവർക്ക് റെസ്പെക്ട് കൊടുത്തൂടെ? അറിയില്ല കേട്ടോ, ഇത്രക്കും അവിടെയും ജാതിയും മതവും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സും, എന്തിന്റെ ആവശ്യം? എല്ലാരും മനുഷ്യന്മാരാണ്, എല്ലാരെ ബ്ലഡും ചുവപ്പ് കളറാണ്, എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ള ഒരു ബോധം ഏത് ജാതി മതം ആയിക്കോട്ടെ ആ ആൾക്കാരെ ഹൃദയത്തിലാണ് വേണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ തരിച്ചു പോയി. കാരണം ഒരുപാട് ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊരു മനുഷ്യൻ, നമ്മള് പച്ചക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി ആ ഒരു കമന്റിന്റെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നും. എന്താണ് ഇത്, ഇങ്ങനൊക്കെ ചിന്തിക്കണ മനുഷ്യന്മാരുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്രക്കും ഇതായി തോന്നും. എന്തായാലും പോട്ടെ, എന്തായാലും ആട്ടെ. എന്തായാലും മരിച്ചവർക്ക് ആത്മശാന്തി നേരട്ടെ. ദുആയിലുണ്ടാവും. ഓൽക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മളെ നാട്ടുകാരാണ്. അതിലുപരി അവരൊക്കെ ഒരു അധ്യാപകരാണ്. രണ്ടക്ഷരം നമ്മളെ മക്കൾക്കും നമ്മളെ നാട്ടിലത്തെ എല്ലാ കുട്ടികൾക്കും നമുക്ക് വരുന്ന തലമുറയെ സംരക്ഷിക്കുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക.